സമാധാന കരാർ ഇറാൻ പ്രാവർത്തികമാക്കുന്നില്ലെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതേസമയം അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി നിരീക്ഷകർക്ക് ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താൻ ഇറാൻ അനുമതി നൽകിയതായി US വൈസ് പ്രസിഡന്റ് ഇന്നലെ അറിയിച്ചിരുന്നു. 60 ദിവസത്തേക്ക് എണ്ണ വിൽപ്പന നടത്താൻ ഇറാൻ നൽകിയ അനുമതി തിങ്കളാഴ്ച മുതൽ നിലവിൽ വന്നതായും JD വാൻസ് അറിയിച്ചു. സമാധാന ധാരണ നടപ്പാക്കുന്നത് സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ ഇറാനും അമേരിക്കയ്ക്കുമിടയിൽ നിലനിൽക്കുന്നുണ്ട്. ലെബനനിലെ ഹിസ്ബുള്ളയ്ക്ക് പിന്തുണ നൽകുന്ന നീക്കം ഒഴിവാക്കണമെന്ന് ഇറാന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയതിൽ പ്രതിഷേധിച്ച് സ്വിറ്റ്സർലൻഡിൽ നടന്ന സമാധാന ചർച്ചകളിൽ നിന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രതിനിധികൾ ഇറങ്ങിപ്പോവുകയും ചെയ്തു. ചർച്ചകൾ അവസാനിച്ചുവെങ്കിലും ഇറാന്റെ ഇടപെടലുകൾ തൃപ്തികരമല്ലെന്ന സൂചനയാണ് അമേരിക്കയ്ക്കുള്ളത്. ഈ പശ്ചാത്തലത്തിലാണ് കടുത്ത മുന്നറിയിപ്പ് ട്രംപ് വീണ്ടും നൽകുന്നത്. സമാധാന ധാരണ നടപ്പാക്കുന്നില്ലെങ്കിൽ എന്തു ചെയ്യണമെന്ന് തനിക്കറിയാമെന്ന പ്രതികരണമാണ് ട്രംപ് നടത്തിയത്. If Iran doesn't live up to their agreement or if they're not behaving, I will do what I have to do. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി നിരീക്ഷകർക്ക് ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താൻ ഇറാൻ അനുമതി നൽകിയതായി US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്നലെ അറിയിച്ചിരുന്നു. എന്നാൽ ആണവ കേന്ദ്രം പരിശോധിക്കാനുള്ള അനുമതി നൽകിയിട്ടില്ലെന്ന മറുപടിയാണ് ഇറാൻ നൽകുന്നത്. 60 ദിവസത്തേക്ക് എണ്ണ വിൽപ്പന നടത്താൻ ഇറാന് നൽകിയ അനുമതി തിങ്കളാഴ്ച മുതൽ നടപ്പിൽ വന്നതായും JD വാൻസ് അറിയിച്ചു. ഹോർമൂസ് തുറക്കുന്നതിനു പുറമെ ഇറാനെ എണ്ണ വിൽപ്പനയ്ക്ക് കൂടി അനുമതി ലഭിക്കുമ്പോൾ സമാധാന ധാരണയ്ക്ക് വിധേയമായി പ്രവർത്തിക്കുമെന്നാണ് അമേരിക്കയുടെ പ്രതീക്ഷ. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.